നമ്മൾ മൊത്തത്തിൽ ക്യാൻസർ അർബുദത്തിൻ്റെ ഒരു സ്ഥിതി വിവര കണക്കെടുത്താൽ ബ്രെയിൻ ട്യൂമറുകൾ അപൂർവമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ തന്നെ അതിന് വളരെയധികം ഗൗരവമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ബ്രെയിൻ ട്യൂമറുകൾ എൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തലവേദനയാണ്. പക്ഷേ തലവേദന സാധാരണ നിലയിൽ ആർക്കും വരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തലവേദനയുള്ള എല്ലാ ആൾക്കാരും ബ്രെയിൻ ട്യൂമർന്ന് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 60% അങ്ങനത്തെ ബ്രെയിൻ ട്യൂമർ രോഗികൾക്ക് തലവേദനയാണ് പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണം. അപ്പോൾ ഈ തലവേദനയോടൊപ്പം ഇവർക്ക് ചിലപ്പോൾ ഛർദിൽ, ഓക്കാനം അതൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വെച്ചാൽ ഫിറ്റ്സ്, അതായത് ചുഴലി എന്ന് നമ്മൾ പറയും, സീഷർ, എപ്പിലെപ്സി, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആദ്യം ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ചുഴലി ആയിരിക്കാം ആദ്യത്തെ ഒരു ലക്ഷണം. അങ്ങനെ വന്നാൽ നമ്മളത് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വസ്തുതയാണ്. മറ്റ് രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. ചിലപ്പോൾ ഒരു കൈക്ക് കാലിനുണ്ടാകുന്ന ബലക്ഷയം, അല്ലെങ്കിൽ കാലിലെ മരയിപ്പ്, ഇതൊക്കെ ഈ ബ്രെയിൻ ട്യൂമറുടെ ഒരു രോഗലക്ഷണമായിട്ട് വരാം. പിന്നെ കാഴ്ചയിലുള്ള അപാകതകൾ, കേൾവിയുടെ എന്തെങ്കിലും പ്രോബ്ലംസ്, നടക്കുമ്പോഴുള്ളൊരു വേച്ച് പോക്കൽ, ഒരു ബാലൻസിനുള്ളൊരു പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ഒരു പരിശോധനകൾ നടത്തേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഈ രോഗനിർണയം ബ്രെയിൻ ട്യൂമറുകൾ എങ്ങനെ നടത്തുമെന്ന് ചോദിച്ചാൽ അതിന് ബ്ലഡ് ടെസ്റ്റുകളൊന്നുമില്ല. പ്രധാനമായിട്ടും സ്കാനാണ്. MRI സ്കാൻ, CT സ്കാൻ, ഈ 2 മെത്തഡുകൾ മാത്രമാണ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നത്. അഥവാ ഈ സ്കാനിങ്ങിന് ശേഷം ഒരു വ്യക്തിക്ക് ട്യൂമർ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ അതിൻ്റെ ചികിത്സ പ്രധാനമായിട്ട് സർജറിയാണ്. ഇത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ അതിന് ശേഷം ഈ സർജറിക്ക് ശേഷം ട്യൂമറിൻ്റെ പത്തോളജിയിലേക്ക് റിപ്പോർട്ടിന് പ്രകാരം അതൊരു സാധാരണ ടൈപ്പ്, ഒരു ബിനൈൻ, ചിലപ്പോൾ ഒരു അപകടകരമല്ലാത്ത ടൈപ്പ് മുഴയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സർജറിയോടുകൂടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവസാനിക്കും. അതേസമയത്ത് ഒരു ക്യാൻസർ സ്വഭാവമുള്ള ഒരു ടൈപ്പ് മുഴയാണെന്ന് വന്നാൽ അതിന് റേഡിയേഷൻ തെറാപ്പിയിലേക്ക് പോകേണ്ടി വരും. അപൂർവം ചില ട്യൂമറുകൾക്ക് കീമോതെറാപ്പി കൊടുക്കേണ്ടതായിട്ടുമുണ്ട്.